സ്പടികം സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ട്. സ്പടികം സിനിമയുടെ ബേസ് എന്ന് പറയുന്നത് ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ഒരു ബോയ്, തോമസ് ചാക്കോ, ബ്രില്യൻ ബോയ്. അപ്പന്റെ സ്വപ്നം അവൻ മാത്സിലെ പുലിയാവണമെന്നാണ്. അതുകൊണ്ട് അവനെ കെട്ടിട്ട് സ്റ്റൂളിന്റെ അടിയിലോട്ട് തല്ലി 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 ആ തോമസ് ചാക്കോയിൽ നിന്ന് ആടുതോമയെ ഇങ്ങനെ സൃഷ്ടിച്ചെടുത്തത് അയാളുടെ അപ്പൻ ചാക്കോ മാഷാണ്. പെങ്ങടെ കല്യാണത്തിന് ഈ തോമേനെ വിളിക്കുന്നില്ല, മകനെ വിളിക്കുന്നില്ല. അവസാനം ഒരു മീഡിയേറ്റർ വിളിച്ചിട്ട് പള്ളിയിലച്ഛൻ്റെ സ്ഥലത്ത് വന്നിട്ട്, മാഷേ അവനെ കല്യാണം വിളിക്കി, ഈ വരുന്ന 16-ാം തീയതി എൻ്റെ മകൾ ജാൻസിയുടെ വിവാഹമാണ്, എൻ്റെ വീട്ടിൽ സദ്യ, സൗകര്യം നീ സംബന്ധിക്കാം, പച്ചമരണ്ട് ഒലക്ക. അങ്ങനെ ആടുതോമ കരഞ്ഞ് റേബാൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കണ്ണുനീര് വരുന്ന രംഗമൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ വേറൊരു കാര്യം നിങ്ങൾ ആലോചിക്കണം. ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഈ കല്യാണം ഉറപ്പിച്ചിട്ട് ഈ കല്യാണം വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. മോഹൻലാൽ തൻ്റെ പെങ്ങളെ കെട്ടാൻ പോകുന്ന ആൾ കൊടുത്ത പെർഫ്യൂമും കൊണ്ട് ഈ കെട്ടാമോടെ ചെക്കൻ്റെ വീട്ടിൽ കൊണ്ടുകൊടുത്തിട്ട് പറയാണ്, നിന്റെ സെൻറ്റ് എൻ്റെ പെങ്ങക്ക് വേണ്ട. അപ്പം ഇവൻ അശോകൻ്റെ കാര്യം നോക്കണ്ട, എന്ത് പറ്റി? ഇപ്പം അശോകൻ്റെ അപ്പം പറയുന്നുണ്ട്, നമുക്ക് പറ്റിയ ബന്ധമല്ല മോനെ ഇത്, ഒരു തേപിടിച്ചിയുടെ കൈയും പിടിച്ച് നടന്ന സഹോദരൻ്റെ പെങ്ങളെ നമ്മൾ കല്യാണം കഴിക്കണോ? അശോകൻ ഒന്ന് പോയ അപ്പച്ച, ഞാൻ കെട്ടുന്നത് അവളെയാണ്, എനിക്ക് അവളെ കാര്യം മാത്രം നോക്കിയാൽ പോരെ. എന്നിട്ട് ഈ തോമായോട് ഫസ്റ്റ് പറയുന്ന ഡയലോഗ് ഇതാണ്, ഞാൻ വീട്ടിൽ വന്നിരുന്നു, ആ യന്ത്രമണി ഞാൻ കണ്ടു, മിടുക്കൻ, നിങ്ങൾ ബ്രില്യൻ്റ് ആണല്ലോ എന്ന് പറയുന്നുണ്ട്. കാരണം അയാൾക്കും അറിയാം, ദിസ് മാൻ വാസ് എ ബ്രില്യൻ ബോയ്, സംബഡി മെയ്ഡ് ആൻ ആടുതോമ ഔട്ട് ഓഫ് എ തോമസ് ചാക്കോ. അപ്പോൾ തോമയിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്ന ഡയലോഗ് എന്താണ്? ഉശിരുള്ള ഒരു ആൺകുട്ടി ഈ ഭൂമിയിലുള്ളത് ഞാൻ മാത്രമാണെന്നാണ് കരുതിയത്, എനിക്ക് തെറ്റി. പിന്നെ ഈ കല്യാണം കഴിഞ്ഞിട്ട് ജാൻസിയും ഭർത്താവായ അശോകൻ ആദ്യം പോകുന്ന എവിടേക്കാണ്? ഇവർ ചീട്ട് കളിക്കുന്ന സ്ഥലത്തേക്കാണ്. ജാൻസിയുടെ ഹസ്ബൻഡ് സ്യൂട്ടും കോട്ടും ഇട്ടപ്പോൾ തോമ അളിയൻ കൊടുത്ത മുണ്ട ആദ്യം എടുത്തു കൊടുത്തത്. എല്ലാവരും ഒരാളെ ആടുതോമ ആടുതോമ എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ ഒരു മനുഷ്യന് വിവേകമുണ്ടാകുന്ന അയാളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നു. അതിനകത്തൊരു ക്ലാസിക് ഡയലോഗില്ലേ, കരടി ഭാഷ കൊടുത്ത് ഇതിൽ എൻ്റെ നെക്ലസ് മുക്കിക്കളയല്ലേ എന്നൊരു ഡയലോഗുണ്ട്. നമ്മളൊക്കെ എവിടെയൊക്കെയോ നമ്മളിലെല്ലാവരിലും ഒരു ആടുതോമ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഡിഫറെൻറ്റ് ഫോർമാറ്റിൽ. നമുക്കൊക്കെ വേണ്ടത് നമ്മുടെ ഉള്ളിലൊരു തോമസ് ചാക്കോയെ കണ്ടെത്താൻ പറ്റുന്ന ആരൊക്കെയോ ആണ്.